എല്ലാവർക്കും നമസ്കാരം. നിങ്ങളിങ്ങോട്ട് വരുന്ന വഴിയൊക്കെ കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ? ഇതാണ് തൃശ്ശൂർ പൂമല. ഞാനേ പണ്ട് തൃശ്ശൂരിൽ വന്ന സമയത്ത് വിചാരിച്ചിട്ടുണ്ട് ഈ പൂമല എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പേര് കേട്ടപ്പോൾ ഈ മല നിറച്ച് പൂക്കളായിരിക്കുമെന്ന്. പക്ഷേ പൂക്കളില്ലാതില്ല കേട്ടോ. കണ്ട അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇവിടുത്തെ പൂക്കളുടെ കളറൊക്കെ നോക്കുക, എന്ത് ഭംഗിയാണ്. അത്യാവശ്യം പൂക്കളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമാണ്, വളരെ എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാലോ, നമ്മൾ ഈ കൊറോണ വന്നതിന് ശേഷം ടൂറുകളും പരിപാടികളും ഒന്നും ഇല്ലാണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ്. ചെറുതായിട്ട് ടൂറിസം ഇങ്ങനെ ഓപ്പൺ ആയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ കൂടെ ട്രിപ്പ് വരുന്ന കുറച്ച് ഫാമിലി ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ദിവസം ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാം എന്നുള്ളത്. ഇപ്പോൾ പൂമലയിൽ എന്താണ് സ്പെൻഡ് ചെയ്യാനുള്ളതെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇവിടെ ഉള്ള ലേക്കിൻ്റെ അടുത്തുള്ളൊരു ഹട്ടിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് ഇങ്ങനൊരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും വരാൻ റെഡിയായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി പേരൊന്നുമില്ല, നമ്മുടെ ഇന്ന് ഈ ഒരു ട്രിപ്പിൽ കൂടുന്നത് ഒരു 6 പേരാണ്. ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഈ ഹട്ടും ഇവിടുത്തെ കാഴ്ചകളും ഒക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഷാരീസ് വേ. ഇപ്പോൾ നമ്മൾ ഇവിടെ ഈ സ്പോട്ടിൽ വന്നു. ഇനി ഇവിടുന്ന് നമ്മൾ കാണാനുണ്ടോ ഈ ഹൈറ്റ്? ഈ ഹൈറ്റിലാണ്, ഈ ഹൈറ്റ് കുറച്ചങ്ങ് പോയിട്ട് വേണം ഈ ഹട്ടിലേക്ക് എത്താൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് കാണുമ്പോൾ, ഞാൻ ഇതിന് മുമ്പ് ഒരു തവണ അവിടെ ഒന്ന് നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് കൊണ്ട് നമുക്കിത് പരിചയമുണ്ട്. പക്ഷേ ആദ്യമായിട്ട് കാണാൻ വരുമ്പോൾ ഈ കയറ്റം കയറുമോ എന്നൊക്കെ ഒരു പേടിയൊക്കെ ഉണ്ടാവും. കയറാത്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഇവിടുന്ന് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ, ബാക്കിയുള്ള ആളുകളൊക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കയറ്റം കയറാം. അയ്യോ, ശരിക്കും നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് പുതിയ ആളുകളുണ്ട്. അപ്പം ഞാൻ അവർക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറേ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയുവാണ്. അതായത് ഞാനിങ്ങനെ ചെറുതായിട്ട് ടൂർ പാക്കേജുകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഏത് സിനിമയാണ്? കിലുക്കം അല്ലല്ലോ, ജഗതി പറഞ്ഞ പോലെ വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അങ്ങനെ പറയാൻ ഞാനൊരു ഓതറൈസ്ഡ് ഗൈഡാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ കൊറോണ വന്നതിന് ശേഷം ടൂറും കാര്യങ്ങളും ഒന്നും ചെയ്യാണ്ട് ആദ്യമായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിലെങ്കിലും ഇങ്ങനെ ഒരു സാധനം, ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്യാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു ട്രിപ്പ് പോകണതിൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എത്രയെന്ന് പറയാൻ പറ്റില്ല. അയ്യോ മതി, ഞാൻ ഇനി സംസാരിക്കുന്നത് നിർത്തുക. ബാക്കി ശേഷം പിന്നെ പറയാട്ടോ. സത്യത്തിൽ ഒരു ചേഞ്ചിന് വേണ്ടിയാണ് വണ്ടി അവിടെ നിർത്തിയിട്ട് നമുക്ക് നടക്കാം. എനിക്ക് ഇൻട്രോ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ വേറെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ നടന്നത്. അന്ന് വന്നപ്പോൾ വണ്ടിയിലായതുകൊണ്ട് ഒന്നും അറിഞ്ഞില്ല. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല കേട്ടോ, നല്ല ക്ഷീണം പറ്റി. അശോകിന് ഭയങ്കര ക്ഷീണമായി. ആദ്യമായിട്ടിപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ ഈ കയറ്റം ഈ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേടിയെന്ന് വിചാരിക്കേണ്ട കേട്ടോ. വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ ജീവിതത്തിൽ വല്ലപ്പോഴൊക്കെ നടക്കണം. കാറിന്ന് കയറുക, കാറിന്ന് ഇറങ്ങുക, അപ്പുറത്ത് പോവുക, അവിടെ കയറുക. ഇതെല്ലാം നമ്മുടെ ഒരു ജീവിത ശൈലി എന്ന് പറയുന്നത്. അപ്പോൾ ഇടയ്ക്ക് നടക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പം കയറ്റൊക്കെ കയറി നമ്മുടെ ഈ ഹട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരട്ടെ. ഈ ഹട്ട് എങ്ങനെ ഉണ്ടെന്ന് ഓക്കെ. കുഞ്ഞ് നമ്മൾ ഈ പണ്ട് ചിത്രമൊക്കെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇതിട്ടിട്ട് ഇങ്ങനെ ഒരു വീട് വരയ്ക്കില്ലേ, സെയിം എനിക്ക് ഇത് ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഇതാണ് പൂമല ഹോളിഡേ ഫാം ഹൗസ്. നല്ല ക്യൂട്ടല്ലേ? ഇനി നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം.
ഇനി എനിക്ക് ഈ ലോക്ക്ഡൗൺ ആയ ശേഷം വീടുകളിലെല്ലാവരും ചെടി വളർത്താനും എന്താ പറയുക പൂന്തോട്ടം സെറ്റാക്കാനും ഒക്കെ കുറേ പേര് അതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇനിയാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക വൈറലായൊരു ചെടിയെന്ന് തോന്നുന്നു ടർട്ടിൽ വൈൻ. എല്ലാവരുടെ വീടിൻ്റെ മുമ്പിൽ ഇപ്പോൾ കാണാമല്ലേ. ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴും അതുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്കിനി മുകളിൽ പോവാം. മാവുണ്ട്, മാങ്ങയില്ല. അങ്ങനെ നമ്മൾ മുകളിലെത്തി. ക്യാമറമാൻ തരൂ. എല്ലാവരും കടന്നോരും. ഇതാണ് സെക്കൻഡ് ബെഡ്റൂം. കണ്ടതിനേക്കാളും കുറച്ചും കൂടെ വലുതാണ് കേട്ടോ. പിന്നെ ഒരു എക്സ്ട്രാ പോർട്ടും കൂടി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ഫാമിലി, അച്ഛനമ്മ, 2 കുട്ടികൾ, അതല്ല ഇനിയിപ്പോ ഫ്രണ്ട്സ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു 4 പേർക്ക് എന്തായാലും ഈ റൂം ധൈര്യമായിട്ട് ചൂസ് ചെയ്യാം. കാരണം അത്യാവശ്യം വലുപ്പമുണ്ട്. പിന്നെ ഇതൊരു സെപ്പറേറ്റ് ഇപ്പൊ കുട്ടികൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് സെപ്പറേറ്റ് നമുക്ക് ഒരു ബെഡ് ഉള്ളത് കൊണ്ട് അതും വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ ഒരുപാട് കത്തി റേറ്റ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസം കേട്ടോ. ഒരു റൂമിനാകെ 2500 രൂപയേ ഉള്ളൂ. പിന്നെ വേറൊരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾ വിചാരിക്കുക ഇവിടെ ഒരുപാട് ഇങ്ങനെ വലിയ ഹോട്ടലും കാര്യങ്ങളും ഉള്ള ഒരു ഏരിയ ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ഫുഡിന് എന്ത് ചെയ്യുന്നു, ഫുഡ് ഇപ്പം നോർമലി ഇവിടെ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഗ്രൂപ്പായിട്ടാണ് വരുന്നെങ്കിൽ നമുക്ക് തന്നെ കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് കിച്ചൺ. അപ്പോ ഒരു ഗ്രൂപ്പൊക്കെ ആളുകളായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമില്ലാത്ത ആളുകളുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള സ്ഥിതിക്ക് നമുക്ക് വലിയ കത്തി റേറ്റ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ തന്നെ കുറച്ച് പേര് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് കുക്ക് ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമുള്ളൊരു കാര്യമല്ല. അപ്പൊ ഇവിടെ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്, സ്റ്റവ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ നമ്മളെന്തെങ്കിലും ഇവിടെ കുക്ക് ചെയ്യണം പരിപാടി ഒന്നും ഇല്ല. കാരണം നമ്മൾ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇനി അങ്ങനെ താല്പര്യം ഇല്ലാത്തവർക്ക് ഫുഡ് ഇവരുടെ അടുത്ത് പറഞ്ഞാൽ മതി, എത്ര പേരുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഫുഡ് പുറത്തുനിന്ന് ഇവര് ഓർഡർ ചെയ്ത് തരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ ഒരു ചേട്ടനാണ് ഇതൊക്കെ ചെയ്തു തരുന്നതെന്ന്. അപ്പൊ കൃഷ്ണേട്ടൻ അവിടെ എന്തൊക്കെയോ ക്ലീനിങ് പരിപാടികളൊക്കെയാണ്. പുള്ളിയെ കാണിച്ചു തരാം. ഇതിന്റെ ഓണർ ആയിട്ടുള്ള സുനിലേട്ടൻ, അദ്ദേഹം ഇന്ന് ഇവിടെ ഇല്ല, ഒരു ടൂറായിട്ട് എവിടെയോ പോയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ആള് പറഞ്ഞു തന്നു, അല്ലെങ്കിൽ സെറ്റാക്കി തന്നു, ധൈര്യമായിട്ട് പൊക്കോളൂ, എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ള ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ആളെ നമുക്ക് ഇന്ന് ക്യാമറയ്ക്ക് മുമ്പിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. നമുക്ക് വേറൊരു ദിവസം അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുത്തി തരാം. തൽക്കാലം നമുക്ക് ഇവിടുത്തെ കൃഷ്ണേട്ടനെ ഒന്ന് കാണാം. വരും. ഒരു കട്ടൻ കിട്ടുമെന്ന് ചോദിക്കാം അല്ലേ. അപ്പൊ ഈ ചായ ഉണ്ടാക്കി തരുന്ന ആളാണ് നമ്മുടെ കൃഷ്ണേട്ടൻ. കൃഷ്ണേട്ടനാണ് താരം അല്ലേ, താരം. ചേട്ടൻ ഇവിടുന്ന് നമ്മളിങ്ങനെ നടന്നു വരുന്ന ഭാഗമൊക്കെ കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ ബ്രേക്ക് ഇല്ലാണ്ട് പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. സത്യമാണോ? എത്ര വയസ്സുണ്ട് ശരിക്കും? എനിക്ക് 63. റിട്ടയർഡ് ചെയ്ത ആളാണല്ലേ. വീട് ഇവിടെ തന്നെയല്ലേ? വീട് തൊട്ടടുത്ത്, ഈ റിസോർട്ടിന് തൊട്ടടുത്ത്. അപ്പൊ പിന്നെന്താ പറയാ, ഇവിടെ വരുന്നവരെ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താ? ഈ പ്രകൃതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല ഇതിന്റെ അകത്ത് കയറുന്നതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ. അത് പ്രത്യേക ഒരു ഡിസൈൻ, അതായത് നല്ല ഭംഗിയാണ്. ഒരു ക്യൂട്ട് ആയിട്ടുള്ള ആയതുകൊണ്ട് ഇതിൽ കണ്ടല്ലോ ഓൾറെഡി. കട്ടൻ ചായ തിളയ്ക്കുന്നു. അല്ല, അത് തിളയ്ക്കുമ്പോ ശബ്ദം കുറയും. കട്ടൻ ചായ ഉണ്ടാക്കുന്ന ഒരു കൃഷ്ണേട്ടൻ ചില ടിപ്പൊക്കെ പഠിക്കാനെന്ന് തോന്നുന്നു. കട്ടൻ ചായ തിളയ്ക്കുമ്പോ ശബ്ദം കുറയുന്നത്. ഇതിപ്പോ തിളച്ചു വരുന്നേ ഉള്ളൂ. കടുപ്പം എങ്ങനെ വേണം? കടുപ്പം പാകത്തിൽ ചെറുതായിട്ട്, അല്ലാണ്ട് കടുപ്പം വേണ്ട. ഇവിടെ താഴെ ഒരു സ്പോട്ട് ഉണ്ട്. ആ സ്പോട്ടിൽ പോയിട്ട് എനിക്ക് കട്ടൻ കഴിക്കണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. അതാണ് ഞാൻ കഴിഞ്ഞായി പറഞ്ഞത്. നമ്മുടെ ആളുകൾ വന്നു കഴിഞ്ഞാൽ ഇത്രയും സൗകര്യത്തോടു കൂടി എനിക്ക് ഇവിടെ പരിചയപ്പെടുത്താൻ പറ്റില്ല.
കാരണം ഫോട്ടോ ഭ്രാന്ത് മൂത്ത കുറെ എണ്ണങ്ങളാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇതൊക്കെ ഞാൻ നേരത്തെ പരിപാടി കഴിച്ചു വയ്ക്കുന്നത് കേട്ടോ. കട്ടൻ താച്ചോ. ഞാൻ പറഞ്ഞില്ലേ കട്ടൻ കഴിക്കാൻ ഇഷ്ടപ്പെട്ടൊരു സ്പോട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് കേട്ടോ. അടിപൊളി. അമ്മച്ചി. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോ കാണുമ്പോൾ എത്രത്തോളം ഭംഗിയുണ്ടെന്നൊന്നും എനിക്ക് മനസ്സിലാവണില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഡിയോ കണ്ടിട്ടല്ല നമ്മൾ ആസ്വദിക്കേണ്ടത്. കാര്യം ഈ സ്പോട്ടിൽ വരണം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കട്ടന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണേ. ചേട്ടാ കട്ടൻ തരുമോ? ആക്ച്വലി ഞാൻ കട്ടൻ ചായ എന്നാണ് പറഞ്ഞല്ലേ. ഇത് കട്ടൻ കാപ്പിയാണ് കേട്ടോ. ഒരു ചേഞ്ചിന് കാപ്പി പറഞ്ഞതാണ്. നോക്കട്ടെ കൃഷ്ണേട്ടന്റെ കട്ടൻ കാപ്പി എങ്ങനെ ഉണ്ട്. പ്രകൃതി രമണി കട്ടൻ കാപ്പി അന്തസ്. പകലല്ല കേട്ടോ ഇതിന്റെ ഭംഗി. കണ്ടോ ഈ സ്പോട്ടിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി കുരിരുട്ടിൽ ഈ ലൈറ്റുകളൊക്കെ തെളിഞ്ഞ് ഇവിടെ ഇരിക്കുമ്പോഴായിരിക്കും അതിനൊരു പ്രത്യേക ഭംഗി. എന്നെ സംബന്ധിച്ച് തൃശ്ശൂർ എൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ആകെ ഒരു 10 കിലോമീറ്ററേ ഉള്ളൂ. പക്ഷേ ഈ വരുന്ന ആളുകളൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ദൂരെ നിന്നാണ് കേട്ടോ. ഒരാൾ ജിയോ കാക്കനാട് നിന്നാണ് വരുന്നത്. അനീഷ് ഫാൻ ഫാമിലി വരുന്നത് കൈലിയാട് വേമ്പലത്ത് പാടമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇതൊരു ശരിക്കും ഒരു ടൂർ, ചെറിയൊരു സ്മോൾ ടൂർ പോണ പോലൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വീടിൻ്റെ വളരെ അടുത്താണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ ഒരു ദിവസം വന്ന് താമസിക്കുക കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റേറ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒരു ചേഞ്ച് ആരും ആഗ്രഹിക്കുമല്ലോ. വലിയ കത്തി റേറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനിത് നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തുന്നത്. പിന്നെ ഇവിടെ രാത്രി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭക്ഷണം ഗ്രില്ല് സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പം അതിനുള്ള സംഗതികളൊക്കെയാണ് ഇവിടെ. ആയുധം ഇവിടെ നിറയെ പാഷൻ ഫ്രൂട്ട് ഉണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ കൃഷ്ണേട്ടനോട് ചേട്ടാ ഒരു സംഭവം പൊട്ടിച്ചേരുന്ന് വെച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടൻ എന്തിനും പോകുന്ന കൃഷ്ണേട്ടൻ്റെ കോണി റെഡിയാക്കിയിട്ടുണ്ട്. എവിടെയാ പഴുത്തത്? എവിടെ? ഒരെണ്ണം ഉണ്ടെന്ന്. ഓക്കെ ഒരെണ്ണം ഉണ്ട്. ശരി അപ്പോൾ എന്നാ പൊക്കോളൂ. അതന്നെ കിട്ടി. ഇങ്ങോട്ട് ഇട്ടോ. അമ്മ ഇത് പൊട്ടിക്കുക, പിന്നെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുക, കഴിക്കാം. അടിപൊളി. ഇനി ഏകദേശം നമ്മുടെ ആളുകൾ വരാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മളെ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ താഴെ എത്തിയെന്ന് പറഞ്ഞിട്ട്. നമ്മൾ താഴെ എത്തിയെന്ന് പറഞ്ഞിട്ട് ഈ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ലേക്കിൻ്റെ അവിടെ നിന്ന് നമ്മൾ വന്ന ദൂരം കണ്ടില്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കൃഷ്ണേട്ടനെ എന്തായാലും വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി ബൈക്കുമായിട്ട് അങ്ങോട്ട് താഴെ പോകും. എന്നിട്ട് ആളുകളെ ഇങ്ങോട്ട് റിസീവ് ചെയ്ത് ആളാണ് കൊണ്ടുവരുന്നത്. നമ്മളെ അങ്ങനെയാണ് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നത്. അപ്പോൾ കൃഷ്ണേട്ടനാണ് ആ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പേടിയില്ല. തൃശ്ശൂർ പൂമല എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഇനി നമുക്ക് അവർ വന്നിട്ട് നമുക്ക് കേക്ക് കട്ടിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ പോവാം. അയ്യോ ചിരിപ്പിക്കാൻ പാടില്ലട്ടാ. എന്റെ വായുള്ളൂ.
അപ്പുറത്തേക്ക് ഇങ്ങടാ വരുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആവശ്യമുള്ള വലിയൊരു സാധനമാണ് സാനിറ്റൈസർ. സാനിറ്റൈസറോ? ഞാൻ അനീഷിനോട് എന്താ അനീഷ് അല്ല, സ്നേഹത്തിന് തരാണല്ലോ. അതെ. സ്മോൾ പോക്കറ്റ് ഉദ്ഘാടനം ചെയ്യടാ. ഓ എനിക്ക് വയ്യ. ഈ കാലഘട്ടത്തിൽ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഗിഫ്റ്റ് സാനിറ്റൈസർ. പുതിയ സംഭവം കണ്ടുപിടിച്ചു. താങ്ക് യു. മാസ്കും വേണമായിരുന്നു. അതെ, മാസ്കും കൂടെ വേണമായിരുന്നു, മറ്റേ കിറ്റും കൂടെ വേണമായിരുന്നു. ഞാനെല്ലാം വിട്ടേക്കും. അപ്പൊ എന്തായാലും ഇത് അയ്യോണോ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഇങ്ങനെയാണെങ്കിലും ഒരു ചെറിയ ഗിഫ്റ്റ് ആണെങ്കിലും ഇതിനിപ്പോ വലിയ പ്രസക്തി ഉണ്ട്. ഇത് ആദ്യമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. താങ്ക് യു അനീഷ്, താങ്ക് യു സോ മച്ച്. ബോംബെന്നോ? കൂട്ടുകാരൻ കൊടുത്തേ ആ ശരി കേട്ടോ. അതാണ് എന്റെ ഒരു വേറെ കാര്യങ്ങൾ. ഇതൊക്കെ സാധനം ഇപ്പം നമ്മൾ നമ്മുടെ സ്ഥലത്ത് നിന്ന്, അതായത് ഡാമിൻ്റെ അവിടെ നിന്ന് 1 കിലോമീറ്റർ നമ്മൾ ഇങ്ങോട്ട് പോകുന്ന ആനപ്പെരുവഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സമയമായതുകൊണ്ട് ഒരു എന്താ പറയുക, ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ ഇവിടെ നല്ല ഫോഗൊക്കെ വന്ന് ഒരു നല്ല ഭംഗിയുള്ള സ്ഥലമാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതെന്തോ ഭാഗ്യമില്ല. ഇത് അത്യാവശ്യം വെയിലൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഫോഗും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ഇത് ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഡാം പരിസരങ്ങളിലൊക്കെ ഭാഗത്തേക്ക് വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെയും വന്ന് കാണുക കേട്ടോ. ഇത് വേണമെങ്കിൽ ഒരു സൂയിസൈഡ് പോയിന്റ് ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ തൃശ്ശൂരിൻ്റെ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം കുറേ ഭാഗങ്ങൾ കാണുന്നുണ്ട്. ആ കാണുന്നതാണ് ശോഭ. ഗംഗയല്ല കുട്ടി, ശോഭ മോൾ.
ശോഭ സിറ്റി. പിന്നെ അവിടെ കാണുന്നത് അതെന്താ എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് അത്യാവശ്യം ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ കണ്ടോ ഒരു പാടമുണ്ട്, കുറെ വീടുകളുണ്ട്, തെങ്ങുണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കൊള്ളാം. അവിടുന്ന് ഒരു പുക വരുന്നുണ്ടല്ലോ, പുകയാണോ? അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പ്രയാണം, ചെറിയ പ്രയാണം അവസാനിച്ചിരിക്കുകയാണ്. ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഒരു ഗെറ്റ് ടുഗദറാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഈവനിങ് ആയി. ഇനി നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ഞങ്ങൾ പിരിയുന്നത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ബർത്ത്ഡേ ബോയ്. ഹാപ്പി ആണല്ലോ അല്ലേ? ഓ വളരെ സന്തോഷം. ഞാൻ ഇങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു വിചാരിച്ചില്ല. എന്തായാലും ചാരിസ്ഫൈക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. താങ്ക് യു സോ മച്ച്. എനിക്കാണ് അഭിനന്ദനങ്ങൾ എല്ലാവർക്കും. നന്നായിട്ടുണ്ട്. കർണാടക സ്പെഷ്യൽ താങ്ക്സ് ടു ചാരി. താങ്ക് യു. ഇവിടെ 2 പുതിയ കഥാപാത്രങ്ങൾ. ഈ രാകേഷിനെ എനിക്ക് മുന്നേ അറിയാം, അനീഷിന്റെ ബ്രദറാണ്. നമ്മളുടെ കൂടെ ഒരു ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇവർ 3 പേരും പുതിയ ആൾക്കാരായിരുന്നു. ഇവരുടെ അഭിപ്രായമാണ് നമുക്ക് അറിയേണ്ടത്. പറയൂ കുട്ടി, പറയൂ. പറയൂ. അടിപൊളിയായി, വിചാരിക്കാത്തൊരു ട്രിപ്പാണ്, പക്ഷെ സൂപ്പറായി, ഇഷ്ടായി. പറ. അത് നല്ലൊരു യാത്രയ്ക്കപ്പുറം ഞങ്ങൾ തമ്മിൽ പരസ്പരം ഒരു ബോണ്ടിങ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്രത്യേകതരം അനുഭവം തന്നെയായിരുന്നു. നല്ല വൈബായിരുന്നു, നല്ല എൻജോയ് ചെയ്തു. ഓക്കെ, ഇനി നമ്മുടെ രാകേഷിന്റെ ഭാര്യ. രാകേഷിന് പിന്നെ എതിരഭിപ്രായം മുഖം കണ്ടത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പറയൂ. ഇതാണ് എന്താണ് പേര്? ഹേമാംബിക. ഫുൾ പേരാണ്, കിടിലം പേരാണ്. ഹേമാംബിക പറയൂ. സൂപ്പർ ആയിരുന്നു ട്രിപ്പ്, നല്ല എൻജോയ് ചെയ്തു. സൂപ്പർ. ഇവർക്കൊരു ബേബി ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ വാവ ഈ ഒരു സമയമായതുകൊണ്ട് നമുക്ക് അങ്ങനെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് കൊണ്ട് വാവേനൊന്നും കൊണ്ടുവരാണ്ടേ വന്നത്. പക്ഷെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ആ സേഫും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഒരു സ്പോട്ടിലേക്ക് ഇറങ്ങാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി പുതിയ വിശേഷങ്ങളും കാഴ്ചകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ. എല്ലാവരും ഒരു ബൈ പറഞ്ഞോ.